ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നല്ലൊരു ചിക്കൻ കുറുമ ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്കൊരു 3 ഗ്രാമ്പു 2 ഏലക്കായ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അതൊന്ന് കുക്കായി വരുന്ന സമയത്ത് 1 സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ആഡ് ചെയ്യാം. ഇനി 2 പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 1 ഉരുളക്കിഴങ്ങും 1 ക്യാരറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ മഞ്ഞൾപ്പൊടി വേണ്ടാത്തവർ ആഡ് ചെയ്യേണ്ട. വെള്ള കളറിലുള്ള കുറുമ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്ത് ആ മസാല നല്ലോണം ചിക്കനിലേക്ക് പിടിപ്പിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇട്ടെടുക്കുന്നത്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു 3 വിസിൽ വരെ വേവിച്ചെടുക്കാം. ചിക്കൻ ഒന്ന് കുക്കായി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ, 1 കയ്യിൽ ഫുള്ളായിട്ട് കാഷ്യൂനട്ട്, 1 ടീസ്പൂൺ വലിയ ജീരകം ഇതും കൂടെ ആഡ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ കുക്കർ 3 വിസിൽ വന്ന് ഞാൻ ഓഫ് ചെയ്ത് തുറന്ന് നോക്കിയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്നുകൂടെ ഓണാക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഒരു അര തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി 1/4 ടീസ്പൂണും കൂടെ ഗരം മസാലയും 1/4 ടീസ്പൂണും കൂടെ കുരുമുളക് പൊടിയും കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് റെഡിയാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അധികം കട്ടിയിൽ വേണ്ടാത്തവർ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. യെല്ലോ കളറിൽ ഇഷ്ടമില്ലാത്തവർ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യേണ്ട, വെള്ള കുറുമയായിട്ട് കിട്ടും. അപ്പോൾ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.